നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. സ്പാനുകൾക്കുള്ള തകർച്ചയാണ് പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണം. പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന് മുകളിലാണ് വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിന്റെ സ്പാനുകളുടെ തകർച്ചയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. സ്പാനുകളിലെ കോൺക്രീറ്റ് പാളികളും അടന്നു പോന്നിട്ടുണ്ട്. കൈവരികൾക്കും തകർച്ച സംഭവിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് തിരുവേപ്പുറ ഭാഗത്തുനിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ സ്പാനുകൾക്ക് മുകളിൽ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത്. ജോയിന്റ് സ്പാനുകൾക്ക് ഇടയിൽ വലിയ രൂപത്തിലാണ് വിണ്ട് കീറിയിരിക്കുന്നത്. പാലത്തിന് മുകളിലെ സ്പാനുകൾക്കിടയിലെ ടാറിംഗ് ഇളകിപ്പോരുകയും ചെയ്തിട്ടുണ്ട്. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാർ തന്നെ അപകട മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. ഒപ്പം പോലീസും സ്ഥലത്തെത്തി വാഹന ഗതാഗതം നിയന്ത്രിച്ചു. തകർച്ച നേരിട്ട ഭാഗത്തിലൂടെ വാഹനം കടത്തിവിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. ഇതോടെ പാലത്തിന് ഇരുവശവും വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പാലത്തിന് മുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മളൊരു ചെറിയ ആശങ്കയിലാണ്. ചെറിയൊരു അപകടാവസ്ഥ നമ്മുടെ തിരുവേഗപ്പുറയിൽ നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ വിള്ളൽ കാണുന്നുണ്ട്. അതിൻ്റെ ബീമിലും അതുപോലെ തന്നെ പില്ലറിലും ആ ഒരവസ്ഥ നാട്ടുകാരായ ആളുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ തിരുവേഗപ്പുറ കൊപ്പം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം ഒരു ദിശയിൽ മാത്രം ഒരു വൺ വേ എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും എല്ലാ ഉദ്യോഗസ്ഥരെയും, പോലീസ് ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ PWD ബ്രിഡ്ജസ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് തിരൂരിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ധീരജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാലത്തിന്റെ ഒരു ജോയിന്റ് സ്ലാബിന് തകർച്ച നേരിട്ടതായും കോൺക്രീറ്റ് പാളികൾ അടന്നു പോകുന്നതുമായാണ് വിള്ളൽ രൂപപ്പെടാൻ ഇടയാക്കിയെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 3 വർഷം മുമ്പാണ് പാലത്തിൽ 90 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടപ്പാക്കിയത്. പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കൊപ്പം പോലീസ് അറിയിച്ചു. കൊപ്പം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പുലാമന്തോൾ വഴിയിലും വളാഞ്ചേരി ഭാഗത്തുള്ള വാഹനങ്ങൾ വളാഞ്ചേരിയിൽ നിന്നും വഴിതിരിച്ചു പോകണമെന്നും നിർദ്ദേശമുണ്ട്. അപകടം നേരിടുന്ന പാലത്തിന്റെ ഭാഗത്ത് ബാരിക്കേഡുകൾ വെച്ച് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. സ്ലാബുകളുടെ തകർച്ച പരിഹരിക്കുന്നതിന് സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. കൂറ്റനാട് കട്ടിൽമാടത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. സഹപാഠി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ചാലിപ്പുറം സ്വദേശി 15 വയസ്സുള്ള ഫറൂഖ് ആണ് മരിച്ചത്. സഹപാഠിയും സുഹൃത്തുമായ അൻസിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ചാലിപ്പുറം കട്ടിൽമാടം നളന്ദ നഗറിൽ അംഗൻവാടിക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 ആയിരുന്നു അപകടം. രണ്ടുപേരും ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ നിയന്ത്രണം നഷ്ടമായ സ്കൂട്ടർ റോഡരികിലെ വൈദ്യുത പോസ്റ്റിനോട് ചേർന്ന് മറിയുകയായിരുന്നു. അപകടത്തിൽ ഫറൂഖിന്റെ തല വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ഫറൂഖ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ മരണത്തിന് കീഴടങ്ങി. കാലിന് ഗുരുതര പരിക്കേറ്റ അൻസിലിനെ തമിഴ്നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വാർഡ് മെമ്പർ അസീസ് റഹ്മാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ് സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നവംബർ 1, 3, 4, 5, 6 തീയതികളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വട്ടേനാട് സ്കൂളിൽ നവംബർ 1 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 3 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പൊന്നാനി പാർലമെന്റ് അംഗം MP അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ അഭിനേത്രി ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ത്രിതല തദ്ദേശ സാരഥികൾ പങ്കെടുക്കും. ഉപജില്ലയിലെ 70 വിദ്യാലയങ്ങളിൽ നിന്ന് 7000-ഓളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് LP സ്കൂളിലും KM ഓഡിറ്റോറിയത്തിലും പരിസരങ്ങളിലുമായി മൺമറഞ്ഞ മഹാരഥന്മാരുടെ നാമധേയത്തിൽ 13 വേദികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വട്ടേനാടിന്റെ വസന്തോത്സവം എന്ന നിലയിൽ നടത്തുന്ന ഉപജില്ലാ കലോത്സവം യാതൊരുവിധ അപസ്വരങ്ങളും അലോസരങ്ങളുമില്ലാതെ കൊണ്ടാടുന്നതിന് വിവിധ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. തൃത്താല CIയുടെ നേതൃത്വത്തിൽ ഡിസിപ്ലിൻ കമ്മിറ്റിയും രംഗത്തുണ്ടാകും. കലോത്സവ സമാപന സമ്മേളനം നവംബർ 6 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ ഈ വർഷത്തെ തൃത്താല സബ് ജില്ലാ കലോത്സവം വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. ഈ വരുന്ന 1, 3, 4, 5, 6 തീയതികളിലായി നമ്മുടെ ഈ ഒരു കലോത്സവം വളരെ ഗംഭീരമായി നടക്കാൻ പോകുന്ന വിവരം
എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ഏതാണ്ട് 70ഓളം സ്കൂളുകളിലെ 7000-ൽ പരം കുട്ടികളാണ് ഈ ഒരു കലോത്സവത്തിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനായി എത്തുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മളെ വട്ടേനാട് സ്കൂള്. മാത്രമല്ല പാലക്കാട് ജില്ലയെ പലപ്പോഴും കിരീടമണിയിക്കാൻ ഒരു വലിയ പങ്ക് നമ്മുടെ സ്കൂൾ എപ്പോഴും വഹിക്കാറുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആതിഥേയത്വം വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിൽ ആദ്യമായി എല്ലാവരുടെയും ഒരു സഹകരണവും സപ്പോർട്ടും നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സന്ദർഭമാണ് ഇത്. സംഘാടക സമിതി ചെയർമാൻ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, ജനറൽ കൺവീനർ CA അഞ്ജന, മീഡിയ കൺവീനർ MK അൻവർ സാദത്ത്, ജോയിന്റ് കൺവീനർമാരായ PP ശിവകുമാർ, JC ആന്റണി, NP പ്രകാശ്, KP സിദ്ദീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവംബർ 1 മുതൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന തൃത്താല ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിനായി വേദികൾ ഒരുക്കിയിരിക്കുന്നത് വിദ്യാലയത്തിനകത്തും കൂറ്റനാട് ടൗണിലെ വിവിധ ഭാഗങ്ങളിലുമായി. കലോത്സവത്തിന്റെ 1, 2, 3 വേദികൾ ഹൈസ്കൂൾ അങ്കണത്തിലും 4ാം വേദി വട്ടേനാട് LP സ്കൂളിലുമായാണ് ഒരുക്കിയിരിക്കുന്നത്. 5, 6, 7 വേദികൾ കൂറ്റനാട് രചന തിയേറ്ററിനോട് ചേർന്ന മൈതാനത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 8, 9 വേദികൾ കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിലുമാണ്. KM ഓഡിറ്റോറിയത്തിൽ വെച്ചു തന്നെയാണ് കലോത്സവത്തിനെത്തുന്നവർക്കായുള്ള ഭക്ഷണം വിളമ്പുന്നതും. വട്ടനാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കലോത്സവത്തെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഗ്രൗണ്ട് വിട്ട് കൂറ്റനാട് അങ്ങാടിയിലെ വിവിധ സ്ഥലങ്ങളിലായി വേദികൾ ഒരുക്കിയിട്ടുണ്ട്. 1, 2, 3 വേദികൾ ഹൈസ്കൂൾ അങ്കണത്തിലും 4ാമത്തെ വേദി LP സ്കൂളിലും 5, 6, 7 വേദികൾ കൂറ്റനാട് രചന തിയേറ്ററിന് സമീപമുള്ള 2 ഗ്രൗണ്ടിൽ, കൂറ്റനാട് SK ബുക്സിനോട് ചേർന്നുള്ള ഒരു പറമ്പിൽ, 8, 9 വേദികൾ കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിലും ആണ് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് KM ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ പരന്നു കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ കലോത്സവത്തിൽ ഉണ്ടാവുക. എന്തായാലും കുട്ടികൾക്ക് പരമാവധി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ തന്നെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ ആരംഭിക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ അനിഷ്ട സംഭവങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഒഴിവാക്കാനാവശ്യമായ മുഴുവൻ നടപടികളും സ്വീകരിച്ചതായി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് CA അഞ്ജന അറിയിച്ചു. ഇതിനായി തൃത്താല CIയുടെ നേതൃത്വത്തിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവരെ ഉൾപ്പെടുത്തി വിപുലമായ ഡിസിപ്ലിൻ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇത്തരക്കാർക്കെതിരെ കർശന നിയമ നടപടികളും ഉണ്ടാകുമെന്നും ഇവർ അറിയിച്ചു. വേണ്ട കരുതലെടുക്കുന്നുണ്ട്. വർഷങ്ങളിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മളത് വളരെ കാര്യമായിട്ട് തന്നെയാണ് അത് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ തൃത്താല CI ചെയർമാനായിട്ടുള്ള ഒരു അച്ചടക്ക കമ്മിറ്റി നമുക്കുണ്ട്. നമ്മൾ ഹയർ സെക്കൻഡറിയിലെ തന്നെ ഒരു അധ്യാപകനാണ് അതിന്റെ കൺവീനർ ആയിട്ടുള്ളത്. പല മീറ്റിങ്ങുകൾ കൂടി ഇപ്പൊ ഇന്നലെ ഒരു മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ, നാട്ടിലുള്ള ആളുകളെ തന്നെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന പല നാട്ടുകാരോട് ബന്ധമുള്ള ആൾക്കാരെ തന്നെ ഒരു സ്ക്വാഡാക്കി മാറ്റി അവർ എല്ലാ സ്റ്റേജുകളിലും ഇത്തരം ആൾക്കാരുടെ നേതൃത്വത്തിൽ പല വ്യക്തികൾ അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത്. പേരൻസ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ മാക്സിമം അവയർനെസ്സും അതുപോലെ നിർദ്ദേശങ്ങളും നമ്മൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതേ 2 പോലീസ് സ്റ്റേഷനിലും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ചാലിശ്ശേരി അതുപോലെ തന്നെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സഹകരണം എന്തായാലും ഉണ്ടാവും, നമുക്ക് ഉറപ്പാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അത് നിയമ നടപടികൾ എടുക്കും തന്നെയാണ് കൺസേൺഡ് അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത്. പെരിങ്ങോട് പൂമുള്ളി 6ാം തമ്പുരാൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈദ്യശ്രേഷ്ഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അലോപ്പതി രംഗത്തെ സേവന മികവിന് ഡോക്ടർ V ആനന്ദ് മോഹനും ആയുർവേദ രംഗത്തെ സമർപ്പണത്തിന് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരൻ മൂസിനുമാണ് ഈ വർഷത്തെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 8 ശനിയാഴ്ച 4 മണിക്ക് പൂമുള്ളി മനയിൽ നടക്കുന്ന 28ാം അനുസ്മരണ ചടങ്ങിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. അഷ്ടവൈദ്യൻ PTN വാസുദേവൻ മൂസ് ഉദ്ഘാടനം നിർവഹിക്കും. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാടും പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാടും പുരസ്കാര സമർപ്പണം നടത്തും. കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ അപർണ, ഡോക്ടർ ആരതി, തദ്ദേശ ജനപ്രതിനിധികളായ PV വിനീത, P ഷീബ, സലീം എന്നിവർ സംസാരിക്കും. തുടർന്ന് വൈകുന്നേരം 6-ന് സംഗീത സമന്വയം അരങ്ങിലെത്തുമെന്നും ഭാരവാഹികളായ അഡ്വക്കേറ്റ് PM നീലകണ്ഠൻ, T രാജീവ്, V രതീഷ്, MP ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. പൂമുള്ളി 6ാം തമ്പുരാൻ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഏകദേശം 28 വർഷമായി. ഈ നവംബർ 8 അദ്ദേഹത്തിന്റെ ഓർമ്മദിനാണ്, ചരമദിനാണ്.
അപ്പോൾ അന്ന് പൂമുള്ളി ആറാന്തമ്പുരാൻ സ്മാരക ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള സ്മാരക ട്രസ്റ്റ് ആയുർവേദം, കളരി മുതലായ പല ആക്ടിവിറ്റീസും നടത്തി വരുന്നുണ്ട്. ഇത്തവണ നമ്മൾ ആയുർവേദ വിഭാഗത്തിൽ പ്രശസ്തമായ തൈക്കാട്ട് അഷ്ടവൈദ്യൻ ശ്രീ തൈക്കാട്ട് ദിവാകരൻ മൂസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ആനന്ദകരമായ ഒരു പരിപാടിയാണ്. പെരിങ്ങോട് എന്ന ഗ്രാമത്തിലെ ഇത്രയും പ്രശസ്തി ഉണ്ടായത് ഒരു പ്രധാന ഘടകം പൂമുള്ളിമണിയാണ്. അറിവിൻ്റെ തമ്പുരാനെന്നും ആറാം തമ്പുരാനെന്നും ഏറെ അറിയപ്പെടുന്ന ഞങ്ങളുടെ ആരാധ്യനായ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരു ഗവേഷകനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഓരോ രംഗത്തും പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ആഴത്തിലുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഏറ്റവും ആകർഷകമായ ആയോധന കല കളരിപ്പയറ്റ് പെരിങ്ങോട് എന്ന ഗ്രാമത്തിൽ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. നായാട്ടിലൊക്കെ അതീവ തൽപരനായിരുന്നു അദ്ദേഹം. സംഗീതമായാലും സാഹിത്യമായാലും ആയുർവേദമായാലും ഗജചികിത്സയായാലും ഇതിലൊക്കെ ആഴത്തിലുള്ള പരിജ്ഞാനമുള്ളൊരു വ്യക്തിയായിരുന്നു. കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു കൂട്ടയോട്ടം. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ ഏകതാ ദിവസത്തോടനുബന്ധിച്ച് റൺ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് കൂട്ടയോട്ടം നടത്തിയത്. സ്കൂൾ പ്രധാനാധ്യാപകൻ ഇക്ബാൽ കൂട്ടയോട്ടത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. CPO റിനോരാജ്, ACPO ജിജ കെ ജിനൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിദ്യാർത്ഥികൾ കൂട്ടയോട്ടത്തിൽ അണിനിരന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കുള്ള ഉപകരണ വിതരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സ്പർശം 2025 എന്ന പേരിൽ നടത്തിയ ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉപകരണങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 60 വയസ്സ് പൂർത്തിയായ ആളുകൾക്കുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ ഫണ്ട് വെക്കുമ്പോഴും അത് എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് ആർക്കും സാധിക്കാറില്ല. കാരണം നമുക്കൊക്കെ അറിയാം, വിവിധ അസുഖങ്ങൾ മൂലമൊക്കെ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന ഫണ്ടുകൾ ഞങ്ങൾക്ക് തികയാറില്ല. അത് എല്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പഞ്ചായത്തിൽ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്കത് ഫണ്ട് കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ നമുക്ക് എല്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഇങ്ങനെ ഒരു അലീംകോയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് വെച്ച് നമുക്കറിയാം, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ആ ക്യാമ്പ് നമ്മൾ അറേഞ്ച് ചെയ്തത്. പക്ഷെ 300-ൽ പരം ആളുകൾ ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും അവർക്ക് വിവിധ ആവശ്യങ്ങളൊക്കെ അവരെഴുതി കൊടുക്കുകയും അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇന്നിവിടെ അത് വിതരണത്തിനായി എത്തുകയും ചെയ്തു. പക്ഷെ അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു ഭാഗമാകാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K റഷീദ് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ PP ഉണ്ണികൃഷ്ണൻ, മെമ്പർ P പ്രസന്ന, കുൽക്കലു പഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ജില്ലാ കോർഡിനേറ്റർ P മൂസ, ജോയിന്റ് BDO MK സാജിദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ അലിക്കോം എന്ന കേന്ദ്ര ഏജൻസിയുമായി ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ജൂലൈ മാസത്തിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. 300-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. വയോജനങ്ങളായ 88 പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിവിധ ഉപകരണങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കുള്ള ഉപകരണ വിതരണം വരും ദിവസങ്ങളിൽ നടത്തും. വിളയൂർ ബഡ്സ് സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ മേളയിൽ പങ്കെടുത്തു. വിളയൂർ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് കായികമേള സംഘടിപ്പിച്ചത്. ജില്ലാ കായികമേളയുടെ മുന്നോടിയായി കൂടിയാണ് സ്കൂളിലെ കുട്ടികൾക്ക് മത്സരം ഒരുക്കിയത്. പേരടിയൂർ മലബാർ സ്പോർട്സ് പാർക്കിൽ വെച്ചായിരുന്നു കായികമേള. 100 മീറ്റർ, 200 മീറ്റർ എന്നിവയിൽ ഓട്ടം, ഷോട്ട് പുട്ട്, റിലേ മത്സരങ്ങളും നടത്ത മത്സരവും ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക മത്സരങ്ങളും ഒരുക്കി. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ജില്ലാ മത്സരത്തിൽ പങ്കെടുപ്പിക്കും. ബഡ്സ് സ്കൂളിലെ അധ്യാപകരായ മരിയ, സിന്ധു, സുമലത എന്നിവർ കായികമേളയ്ക്ക് നേതൃത്വം നൽകി. ജില്ലാതലം അതുപോലെ തന്നെ സ്റ്റേറ്റ് തലം എന്നിവയിലേക്കുള്ള ഒരു സെലക്ഷൻ ക്യാമ്പ് കൂടിയാണ് ഇന്ന് നടക്കുന്നത്. കുട്ടികളുടെ കായിക ക്ഷമത പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീയും അതുപോലെ തന്നെ സർക്കാരും ചേർന്നിട്ട് ഈ പദ്ധതി
നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ സ്കൂളിലെ കഴിവുകളുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്ന് കൂടിയാണ് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേറ്റിലേക്ക് വരെ മത്സരത്തിന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷാലം 3 ഇനങ്ങളിലായിട്ട് ഫസ്റ്റ് മെഡൽ വാങ്ങിച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ ബഡ്സ് സ്കൂളിൽ 25 കുട്ടികളാണ് നിലവിലുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ കഴിവുകളുള്ള കുട്ടികൾ ഉണ്ട്. അപ്പോൾ അവരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും മികച്ച അവസരങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ടാണ്. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ചാലിശ്ശേരി ഇന്ദിരാഭവനിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ഉമർ മൗലവി അധ്യക്ഷത വഹിച്ച അനുസ്മരണ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, KM ചന്ദ്രശേഖരൻ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഗോപിനാഥ് പാലഞ്ചേരി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാഷിം അച്ചാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.